നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇത്തവണ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സൗഹൃദ മത്സരം നടത്തി നാട്ടുകാരെ കബളിപ്പിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. കാരണം ഇടതുപക്ഷം തന്റെ കുടുംബത്തെ പോലെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും കേരളത്തിൽ BJPയെ ജയിക്കാൻ അനുവദിക്കില്ലെന്നുള്ള മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിയും കേരളത്തിലും ഇന്ത്യ സഖ്യം രൂപപ്പെടുന്നതിനുള്ള ഉദാഹരണമാണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വാളയാറിനപ്പുറമുള്ള സഖ്യം കേരളത്തിലും വേണമെന്ന് പറയുക വഴി ഈ നേതാക്കൾ രണ്ടും വോട്ടർമാരെ പറ്റിക്കുകയാണെന്നാണ് കെ സുരേന്ദ്രന്റെ പക്ഷം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കാൻ സാധിക്കാത്ത ഇടതു സ്ഥാനാർത്ഥികൾ വിയർക്കുകയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തിരിക്കുകയാണ്. കോൺഗ്രസ് 40 സീറ്റ് പോലും കിട്ടാതെ ദയനീയ അവസ്ഥ ഉണ്ടാവും. ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്നുറപ്പായ കോൺഗ്രസിനും തകരുന്ന CPMനും പരസ്പരം കൈകോർക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് വടകരയിലെ സൈബർ പോര് ഇരുകൂട്ടരും ഉയർത്തി കാണിക്കുന്നത്. കേരളത്തിലെ 20 MPമാരും വലിയ പരാജയമായിരുന്നു. സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരും ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. കരുവന്നൂരിലെ ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കാനാണ് കോൺഗ്രസും CPMും ഒരുപോലെ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ഇത്തവണ വയനാട് ചുരം കയറി എത്തിയവർ ചില്ലറക്കാരല്ല. BJPയുടെ കരുത്തനായ പോരാളി കെ സുരേന്ദ്രനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും CPIയുടെ ആനി രാജയുമാണല്ലോ അവിടെ ജനവിധി തേടുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന സാഹചര്യത്തിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായാൽ മതിയെന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയത്. മറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി BJPക്ക് വോട്ട് ബാങ്ക് കുറവുള്ള മണ്ഡലമായിട്ട് കൂടി BJP അധ്യക്ഷനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എതിർ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണ്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയതുകൊണ്ട് മണ്ഡലത്തിലെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. വിജയപ്രതീക്ഷയോടെയാണ് ഇത്തവണ വയനാട്ടിൽ BJP മത്സരിക്കുന്നത്. രാഹുൽ കഴിഞ്ഞ വർഷങ്ങളിൽ അമേഠിയിൽ എന്താണോ ചെയ്തത് അതുതന്നെയാണ് വയനാട്ടിലും ചെയ്തതെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വികാരം വയനാട്ടിലുണ്ടെന്നും കെ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ആളാണെന്നും താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് തന്നെ വയനാട്ടിലാണെന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാന അധ്യക്ഷന്റെ ബലത്തിൽ വയനാട്ടിൽ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്.